വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതി നടത്തിയ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വീണ്ടും പരാതിയുമായി രംഗത്ത്. കാഞ്ചിയാർ സ്വദേശിനി സിന്ധു മനോജിനെതിരെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതി നൽകിയിരിക്കുന്നത്. 15-ലധികം പേരിൽ നിന്ന് 20 ലക്ഷത്തിലധികം തുക തട്ടിയെടുത്തെന്നാണ് വിവരം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ പലരിൽ നിന്നായി സിന്ധു തട്ടിയെടുത്തതായി പരാതിക്കാർ പറയുന്നു. റഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കോഴിക്കോട് സ്വദേശി ഷൌക്കത്ത് അലിയിൽ നിന്നും 2.5 ലക്ഷം, കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിബിനിൽ നിന്നും 2 ലക്ഷം, ബിബിന്റെ സഹോദരിയിൽ നിന്നും 35,000, എറണാകുളം സ്വദേശികളായ 3 പേരിൽ നിന്നും 2 ലക്ഷം വീതം, ഏറ്റുമാനൂർ സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷം, കൂടാതെ കാസർഗോഡ് സ്വദേശികളായ ജസ്ന, ലിൻഡ എന്നിവരിൽ നിന്നെല്ലാം സിന്ധു മനോജ് പണം വാങ്ങിയതായാണ് പരാതി. പത്തനംതിട്ട സ്വദേശികളായ പുറമറ്റം സ്വദേശി TK സന്തോഷിൽ നിന്നും 45,000 രൂപയും, മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് ജോയിസ് എന്ന യുവതിയിൽ നിന്നും 75,000 രൂപയും, ഇവരുടെ സഹോദരന്റെ മക്കളിൽ 1,10,000 കൈക്കലാക്കിയതായും പരാതിയുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും സിന്ധു മനോജ് ഒളിവിൽ പോയതായും പരാതിക്കാർ പറഞ്ഞു. വെച്ചിട്ട് പൈസ 6 മാസം തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതിയില്ല. ഞാൻ കടം മേടിച്ച് ബാങ്കിൽ ലോൺ എടുത്ത 1.5 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്താണ് ഇതൊക്കെ എടുത്തേക്കുന്നത്. എൻ്റെ ബ്രദറിന്റെ പേരിലാണ് ലോൺ. ബ്രദർ ഒരു ക്യാൻസർ രോഗിയാണ്. ഈ പൈസ ഞാൻ അടച്ചില്ല, ബ്രദർ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിയിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പൈസയ്ക്ക് വേണ്ടി വന്നത്. ഇവിടെ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, പിന്നെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. നമ്മൾ ഇതിന് എന്തെങ്കിലും പ്രതിവിധി നമ്മൾ എന്ത് ചെയ്യണമെന്ന നമ്മൾ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും തീരുമാനം എടുത്തോണം, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അത് ആരെങ്കിലും ഞങ്ങൾ നിൽക്കുക. എന്ത് ചെയ്യാനാ? ഞങ്ങൾ സിന്ധു പൈസ തരണം, അല്ലെങ്കിൽ സ്ഥലം വിട്ട് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ പോലെ പാവങ്ങളുടെ പൈസ മേടിച്ച് 2 വീട് വെച്ചു. ഒന്ന് മരുമോന് വീട് വെച്ച് കൊടുത്തു, മൂത്ത മകൾക്ക്. അത് വിറ്റിട്ട് 6 മാസം പൈസ തരാമെന്നാണ് പറഞ്ഞത്. ആ 6 മാസം ഈ മാസം 31-ാം തീയതി തീരുവാ, 30-31-ാം തീയതി തീരുവാ. ഇതുവരെ സിന്ധുവിനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. സിന്ധു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരെ തെറിയൊക്കെയാണ് സിന്ധു പറയുന്നത്. വിനീത എന്ന് പറഞ്ഞൊരു കൊച്ചു വിളിച്ചപ്പോൾ തെറിയാണ് പറഞ്ഞത്. അവരുടെ മരുമോനും മകളും എല്ലാം കൂടെ തെറി പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ ഞങ്ങൾ വിളിച്ചാൽ എടുക്കാതെ ഇരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും ജനങ്ങൾ, പല നാട്ടിൽ കിടക്കുന്ന ജനങ്ങളെല്ലാം കിടപ്പാടം വിറ്റും ഓട്ടോ പണയം വെച്ചും ഓട്ടോ വിറ്റും എല്ലാമാണ് വരുന്നത്. ലോൺ എടുത്ത് 10 രൂപ പലിശക്കൊക്കെ വരുന്നത് ലോൺ എടുത്തൊക്കെ. ഞങ്ങൾക്ക് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ പൈസ കിട്ടും, പകുതി പൈസ നമുക്കൊരു ആശ്വാസമായേനെ എന്നോർത്താണ് ഞങ്ങൾ. പിന്നീട് 6 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് സിന്ധു മനോജ് മുദ്രപത്രത്തിൽ എഴുതി നൽകിയതിനെ തുടർന്ന് പരാതിക്കാർ പരാതി പിൻവലിച്ചിരുന്നു. ഈ കാലാവധി ജനുവരി 31-ന് പൂർത്തീകരിക്കാനിരിക്കെ ആർക്കും പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലാണ് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കോട്ടയം, മുണ്ടക്കയം, ഏന്തിയാർ, ഉപ്പുതറ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ കണ്ണൂർ, തൃശ്ശൂർ, ഞങ്ങളോട് എല്ലാവരോടും ഇറ്റലി പോവാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇവിടെ എംബസി വരെ പോയതാണ്. എന്നിട്ട് എംബസി വരെ പോയിട്ട് പിന്നെ ഞങ്ങളോട് പൈസ അധികം ചോദിച്ചു. ഞങ്ങൾ കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകെ ഒരു 3 ലക്ഷം രൂപയോളം ഇവള് കൊടുത്തു. ഇവളുടെ കൂടെയുള്ള ചേച്ചിയും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചേച്ചി സിന്ധു എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ സ്ഥലം വിറ്റിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ജനുവരി 30-നുള്ളിൽ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങളാരും വിളിച്ചു. ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തി കാസർഗോഡ് ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വരിക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ എല്ലാ ലോണും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. ഞങ്ങൾ പെട്ടെന്ന് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഇങ്ങോട്ടൊന്നും ഒരു റെസ്പോണ്ട് ഒന്നുമില്ല. ഞാൻ എംബസി വരെ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു നമ്പർ വിളിച്ച് കഴിയുമ്പോൾ 3 നമ്പർ വരുന്നത്. ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മൾ വിളിക്കുന്ന കാണുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൈസ വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഏകദേശം ഒരു 1,41,000 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, യാതൊരു പ്രതികരണവും ഇല്ല. ഞങ്ങളെ കെയർടേക്കറായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ്, ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇത് ക്യാഷ് വാങ്ങിച്ചത്. നിങ്ങളെ എങ്ങനെ ഈ പുള്ളിക്കാരോട് പരിചയപ്പെട്ടെ? ഞങ്ങൾ ഒരു ജോബ് വേക്കൻസി ഗ്രൂപ്പിൽ നിന്നാണ് ടെലികോളർ വഴി കണ്ടുപിടിച്ചത്.
പണം തിരികെ നൽകാത്തത് സംബന്ധിച്ച് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനൊപ്പം തങ്ങളുടെ അതത് സ്റ്റേഷനുകളിലും പരാതി നൽകുമെന്ന് കബളിപ്പിക്കപ്പെട്ടവർ വ്യക്തമാക്കി. നിരവധി ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായവർ ഉണ്ടെന്നും തങ്ങളുൾപ്പെടെ പലരും ഇതിന്റെ പിന്നാലെ നടന്ന ജീവിതം തകർന്നവരാണെന്നും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.